ഒരുക്കമായി ഗൾഫ് രാജ്യങ്ങൾ. മേഖലയിലെ സമാധാനം തകർക്കുന്ന രീതിയിൽ സായുധ സംഘങ്ങൾക്ക് ആയുധവും ഫണ്ടും നൽകുന്നത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് 12 ഗൾഫ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ ഫെബ്രുവരി 28 മുതൽ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം നടത്തിയിട്ടും പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊരു നീക്കത്തിനും ഗൾഫ് രാജ്യങ്ങൾ മുതിർന്നിട്ടില്ല. എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയായിരിക്കില്ല. ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചൊരു തിരിച്ചടിക്ക് മുതിർന്നാൽ അത് ഇറാന് താങ്ങില്ല. റിഫൈനറികൾക്കും എണ്ണപ്പാടങ്ങൾക്കും നേരെ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയെ ബാധിക്കുമെന്നും അതിന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഖത്തർ എനർജി അറിയിച്ചിട്ടുണ്ട്. ഗ്യാസ് ടു ലിക്വിഡ് GLT പ്ലാന്റിന് വൻ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന് നേരെയുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്നും ബാബ് അൽ മന്ദബ് അടച്ചുപൂട്ടാൻ ശ്രമിക്കരുതെന്നും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിനിടെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇറാനുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ എണ്ണ ടാങ്കറുകളുടെയും ചരക്ക് കപ്പലുകളുടെയും സുരക്ഷിതമായ യാത്രയ്ക്കായി ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. നിലവിൽ 21 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിലായി 611 ഇന്ത്യൻ ജീവനക്കാരുണ്ട്. ഇവരെയും കപ്പലുകളെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യ നൽകിയ മരുന്നുകൾക്ക് ഇറാൻ സർക്കാർ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇറാനിയൻ റെഡ് ക്രോസിന്റെ കൈമാറിയ മരുന്നുകൾ അതിർത്തി രാജ്യങ്ങൾ വഴി റോഡ് മാർഗം ഇറാനിൽ എത്തിക്കാനാണ് തീരുമാനം. LPG ഉൽപാദനം വർദ്ധിപ്പിച്ചു. അതേസമയം യുദ്ധ സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ രാജ്യത്തെ LPG ഉൽപാദനം കേന്ദ്ര സർക്കാർ 40% ഉയർത്തി. നേരത്തെ കുടുങ്ങിക്കിടന്നിരുന്ന 2 LPG ടാങ്കറുകൾ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിരുന്നു. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഇറാന്റെ ആക്രമണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ തീരുമാനിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് സൈനികരെ വിന്യസിക്കുമെന്നാണ് വിവരം. ഹോർമൂസ് സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ സഹായം ലഭിക്കാതെ വന്നതോടെ സ്വന്തം നിലയിൽ നീങ്ങാനും US ഒരുങ്ങുന്നുണ്ട്. ആരുടെയും സഹായമില്ലാതെ ഹോർമൂസ് തുറക്കാൻ US-നാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നാലെ ഹോർമൂസിലെ ഇറാന്റെ മിസൈൽ കേന്ദ്രത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രഹരിച്ചു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായ ഇറാന്റെ ആന്റി ഷിപ്പ് ക്രൂസ് മിസൈൽ കേന്ദ്രത്തിലാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞിരുന്നു. ഇതാദ്യമായായിരുന്നു ഹോർമൂസിൽ US-ന്റെ ആക്രമണം ഉണ്ടായത്. ഹോർമൂസ് സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നായിരുന്നു വിലയിരുത്തൽ. അതിനിടെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ പ്രതികരണം. ഹോർമൂസ് ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളും ജാഗ്രതയിലാണ്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ഇറാന്റെ പ്രതിരോധ ശേഷി കുറച്ചിട്ടുണ്ട്. നാവിക വ്യോമസേനകളെ പൂർണ്ണമായും തകർക്കാനാണ് US പറയുന്നത്. മിസൈൽ ശേഷിയും കുറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.